രാജ്യത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ ഫണ്ട് തട്ടിപ്പ് പുറത്തുവന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് കഴിഞ്ഞ മാസം ആദ്യം സംഭവം രാജ്യശ്രദ്ധയിൽ എത്തിയത്. ഇതിനുശേഷം തട്ടിപ്പ് വൻ വിവാദമായതിനുശേഷം BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. കാണിക്കയായും സംഭാവനയായും നൽകിയ പണം, സ്വർണവും വെള്ളിയും ഉൾപ്പെടെ വസ്തുക്കൾ എന്നിവയടക്കം 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന വിവരമാണ് ആദ്യം പുറത്തുവന്നത്. ഈ വാർത്തകൾ നിഷേധിക്കുകയാണ് രാമക്ഷേത്ര ട്രസ്റ്റും ആദിത്യനാഥ് സർക്കാരിലെ പ്രമുഖരും ആദ്യം ചെയ്തത്. പിന്നീട് കൂടുതൽ വിവരങ്ങളും തെളിവുകളും പുറത്തുവരികയും വിവാദം കടുക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു SITയെ നിയമിക്കാൻ നിർബന്ധിതമായത്. പക്ഷേ തുടക്കം മുതൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിനുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. തട്ടിപ്പ് വിവരം പുറത്തു വന്ന ഉടൻ 3ലധികം പരാതികൾ രാമജന്മഭൂമി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിരുന്നു. മുൻ കർസേവകനും ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രതിയുമായിരുന്ന സന്തോഷ് ദുബെ, യൂത്ത് കോൺഗ്രസ് നേതാവ് ശരത് ശുക്ല, AAP നേതാവ് സഞ്ജയ് സിംഗ് MP എന്നിവരാണ് പരാതി നൽകിയത്. ഫൈസാബാദ് ബാർ അസോസിയേഷൻ 1ലധികം പരാതികളും നൽകി. ഇതിലെല്ലാം രാമക്ഷേത്ര ട്രസ്റ്റിന്റെ മേധാവികളിൽ ഒരാളായ VHP നേതാവ് ചമ്പത് റായി അടക്കം കുറ്റാരോപിതരായി സൂചിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് SIT അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ ഘട്ടത്തിലാണ് മുഖം രക്ഷിക്കുന്നതിനു വേണ്ടി രാമക്ഷേത്ര ട്രസ്റ്റ് പരാതിയുമായി രംഗത്ത് വരുന്നത്. എന്നാൽ അന്വേഷണത്തിൽ തട്ടിപ്പുകൾക്ക് തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ തീർത്ഥ ട്രസ്റ്റിന്റെ പരാതി മാത്രമാണ് പരിഗണിച്ചത്. മറ്റു പരാതികൾ അവഗണിച്ചു. ഇതേ തുടർന്ന് ഫൈസാബാദ് ബാർ അസോസിയേഷൻ അവരുടെ 4ാമത്തെ പരാതി നൽകിയതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പണമെണ്ണുകയും മറ്റും ചെയ്യുന്ന ജീവനക്കാരായ ചിലരുടെ പേരിൽ കേസെടുത്തതോടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത രാജ്യനാടകവും അരങ്ങേറി. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമായത്. എങ്കിലും അയോധ്യയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ എല്ലാവരെയും പരിഭ്രമിപ്പിക്കുന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. പണമെണ്ണുന്ന ജീവനക്കാരെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് അധികൃതർ 3 മാസം മുൻപ് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചു. പോക്കറ്റുകളുള്ള വസ്ത്രങ്ങൾ പാടില്ലെന്നതുൾപ്പെടെ ജീവനക്കാരുടെ വേഷനിഷ്കർഷങ്ങളൊന്നും പാലിച്ചില്ല. CCTVകൾ സൂക്ഷിച്ചില്ല. കാണിക്ക എണ്ണുന്നതുൾപ്പെടെ ജോലികൾക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിൽ സ്വജന പക്ഷപാതമുണ്ടായി. ജീവനക്കാരിൽ ചിലർ വൻതോതിലുള്ള ആസ്തികളും ആഡംബര വീടുകളും സ്വന്തമാക്കിയെന്നിങ്ങനെ നിരവധി വിവരങ്ങൾ പുറത്തുവന്നു. പ്രതിപ്പട്ടികയിലുള്ള അവിനാശ് ശുക്ല, ലവ്കുശ് എന്നിവരുടെ വീടുകളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് രൂപയാണ് പിടിച്ചെടുത്തത്. ഇതിനു പുറമെ കാണിക്കയിടുന്നതിന് സ്ഥാപിച്ച പെട്ടികളും വീടുകളിൽ നിന്ന് കണ്ടെത്തി. ഈ തട്ടിപ്പുകളൊന്നും അടുത്ത നാളുകളിൽ നടന്നതല്ലെന്ന പരാതി നൽകിയവരിൽ ഒരാളായ മുൻ കർസേവകൻ സന്തോഷ് ദുബെ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വളരെ കാലം മുൻപ് തന്നെ ആഭ്യന്തരമായി പരാതികൾ ഉയർന്നുവെങ്കിലും അവയൊന്നും വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തതുമില്ല. ഒടുവിൽ ട്രസ്റ്റിനകത്തുണ്ടായ പടലപ്പിണക്കങ്ങളാണ് തട്ടിപ്പ് പുറത്തെത്താൻ ഇടയാക്കിയത്. ഇതൊക്കെയാണെങ്കിലും അന്വേഷണത്തിന്റെ എല്ലാ വിവരങ്ങളും മറച്ചുവെക്കാനും അറസ്റ്റിലായ 8 പേർ മാത്രമാണ് കുറ്റക്കാരെന്ന പ്രതീതി പരത്താനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള നീക്കങ്ങളാണ് പല വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് സംബന്ധിച്ച വാർത്തകളും വിമർശനങ്ങളും ശ്രീരാമനെ അപമാനിക്കുന്നതിനുള്ളതാണെന്ന ആഖ്യാനവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടെ അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. നിലവിലുള്ള അന്വേഷണവും കേസും കൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുമെന്ന് കരുതാൻ സാധിക്കില്ലെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആദിത്യനാഥിന്റെ പോലീസിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നതിൽ കാര്യവുമില്ല. ഉത്തർപ്രദേശ് പോലീസിന്റേതായാലും കേന്ദ്ര ഏജൻസികളുടേതായാലും അന്വേഷണം കുറ്റമറ്റതായിരിക്കുമെന്നോ യഥാർത്ഥ പ്രതികളിൽ എത്തുമെന്നോ കരുതാനാകില്ല. അതുകൊണ്ട് UPയിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകളുടെ പരിധിക്ക് പുറത്ത് പൂർണ്ണമായും ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടത്തുകയാണ് കരണീയമായിട്ടുള്ളത്. അത് രാമഭക്തരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ആവശ്യമാണ്.